എൻ്റെ പേര് തങ്കച്ചൻ എന്നാണ്. ഞാൻ കല്ലോടിയാണ് താമസിക്കുന്നത്. എൻ്റെ പെങ്ങളെ മകനാണ് റിൻസൻ. അവൻ പഠിച്ചതും പഠനമൊക്കെ ഇവിടെ തന്നെയാണ്. ജോലി ആവശ്യത്തിനായിട്ട് അവൻ നോർവേയിലേക്ക് പോയി. അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് നമ്മുടെ അറിവ്. അതിനെപ്പറ്റി നമുക്ക് മോശമൊന്നും പറയാനില്ല, നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നതും എനിക്ക് അതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. ചാനലുകാരും പത്രക്കാരും എല്ലാം ഇങ്ങനെ വന്ന് കൂടിയിട്ടുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് താഴ്മയായി. 10 വർഷമായി പോയിട്ട് 10 വർഷമായി പോയിട്ട് ഇപ്പോൾ നവംബറിൽ വന്നിട്ട് ജനുവരിയിലാണ് തിരിച്ചു പോയത്. അവന് MBA കഴിഞ്ഞിട്ടാണ് പോയത്. അവിടെ പോയിട്ട് ആദ്യം പഠിക്കുമായിരുന്നു, പിന്നെ പല പല ജോലികളും ചെയ്തു. അങ്ങനെയാണ് കമ്പനി കയറിയത്. സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളതായിട്ട് അറിയില്ല, ഒന്നും അറിയില്ല. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കറിയൂ. ഒരു 2-3 ദിവസം മുമ്പ് വിളിച്ചായിരുന്നു. അന്നേരം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സാധാരണ പോലെ സംസാരിച്ചു വെച്ചു, അത്രയേ ഉള്ളൂ. അവന്റെ ഭാര്യ അവിടെയുള്ളത്. ഒരു പ്രശ്നമുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. 3 ദിവസം മുമ്പ് വിളിച്ചായിരുന്നു. പഠിച്ചത് ഇവിടെ തന്നെ, ഇവിടെ മേരിമാത കോളേജിൽ പഠിച്ചായിരുന്നു. പിന്നെ ബാംഗ്ലൂർ പഠിച്ചു. അങ്ങനെയൊക്കെ പഠിച്ചോണ്ടിരുന്നത്. ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെ വിശ്വാസം അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ആളല്ല. 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യൂലെന്ന്. വീട്ടിൽ അമ്മയുണ്ട്, അപ്പനുണ്ട്, വേറെ ആരും ഇപ്പം ഇവിടെയില്ല. അവരാകെ 3 ആളാണുള്ളത്. ഇരട്ടകളാണ്. ഒരാളാണ് ഇപ്പോൾ നോർവേയിലുള്ളത്, ഒരാൾ UK-യിലാണ് ജോലി ചെയ്യുന്നത്. നവംബറിൽ വന്നിട്ട് ജനുവരിയിലാണ് തിരിച്ചു പോയത്. ഈ കഴിഞ്ഞ അതെ. എന്നും തന്നെ വിളിക്കും. അതേക്കുറിച്ച് ക്ഷമിക്കണം, എനിക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പൊ എന്തോ അതെ ജോലി കിട്ടി മാറിയതാ. എല്ലാവർക്കും നല്ല അഭിപ്രായം. അത് അയൽവാസികളൊക്കെ ഇവിടെ നിങ്ങളെ ബാക്കിൽ ചുറ്റുമൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായം. അതായത് എങ്ങനെ അതെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല. സ്വിച്ച് ഓഫ് അല്ല, അടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഇപ്പൊ പിന്നെ അടുത്ത ടൈം വിളിച്ചായിരുന്നു, കിട്ടിയിട്ടില്ല. എന്തോ ഒരു ചതിപ്രയോഗം നടന്നിട്ടുണ്ടെന്നാണ് നമ്മളെ കണക്കൂട്ടൽ. എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, നമ്മളിവിടെയല്ലേ. നോർവേയിൽ ഇപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം, എന്നാലേ അറിയൂ. ഞാനിവരുടെ അമ്മേന്റെ ആങ്ങളെയാണ്. അതെ മലയാളികളൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഇപ്പം അല്ലേ ഞങ്ങൾ അറിയുന്നത്. നിങ്ങളെല്ലാം കൂടെ വരുമ്പോഴല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മളറിയുന്നത്. അത് ഞാൻ അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റേ ആയിട്ടുള്ളൂ. ഇല്ല, പോലീസുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല. ഇവര് സംസാരിക്കാൻ പറ്റിയ ആളുകളുമല്ല. ഇദ്ദേഹമൊക്കെ അയൽവാസികളാണ്. ചോദിച്ചു നോക്കാം, മോനെ അറിയും. അപ്പൊ അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നന്ദി, നമസ്കാരം. ജെൻസനല്ലേ ഇവിടെ വന്നു പോയല്ലേ? ഇല്ല മോനെ, അവര് വന്നു പോയി. അതുകൊണ്ട് ഓനും ഓന്റെ വൈഫും കുഞ്ഞെല്ലാം ഉണ്ടായിരുന്നു. അവര് വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കാണലുണ്ട്. നല്ല അഭിപ്രായം. അത് ഈ നാട്ടിൽ ആരും അവരൊക്കെ ആ കുടുംബത്തെ കുറിച്ചൊന്നും മോശപ്പെട്ടുള്ള അഭിപ്രായം പറയില്ല. അതുമല്ല, കുട്ടികളെല്ലാം എല്ലാം കൊണ്ടും ഇത് തന്നെയാണ്. ഒരു അങ്ങനെ ഒരു മനസ്സിൽ കറയുള്ള സൈസല്ല സാധനങ്ങൾ.